പോലീസുമായി രൂക്ഷമായി സംഘർഷത്തിലേർപ്പെടുന്ന സമരഭടന്മാരെ നമ്മൾ കാണാറുണ്ട്. ജലപീരങ്കി ഏറ്റുകിടക്കുന്നവരെയും കാണാറുണ്ട്. അതിനുശേഷം ഇവർ എങ്ങോട്ടാണ് പോകുന്നുണ്ടാവുക? ഒന്ന് നോക്കാം. ജലപീരങ്കിയിൽ ഈ സമരത്തിൽ പങ്കെടുത്ത ഏതാണ്ട് 95% പേരുടെയും കുപ്പായവും മുണ്ടും പാൻസും ചുരിദാറും എല്ലാം നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ നനഞ്ഞുകൊണ്ടാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ പിറകിലേക്ക് വന്നത്. ഇവർ കൂടി നിന്ന് ചർച്ച ചെയ്യുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളെല്ലാം കാണാം. ഇതിൽ പരിക്കേറ്റവരുണ്ട്, ഡ്രസ്സ് കീറിയവരുണ്ട്, ഡ്രസ്സ് നനഞ്ഞവരുണ്ട്, മുഴുവൻ ചെളിയായവരുണ്ട്. എന്തായാലും ഇതേ വേഷത്തിൽ ഇനി എവിടെയും സഞ്ചരിക്കുക സാധ്യമല്ല. മറ്റ് പലയിടങ്ങളിലേക്ക് ചിതറിപ്പോകാനും ചിലവർ പാർട്ടി ഓഫീസിലേക്ക് പോകും, ചിലവർ വീട്ടിലേക്ക് തിരിച്ചു പോകും. എന്തായാലും അവരെല്ലാം ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുണ്ട്. സമരത്തിൻ്റെ ഓർമ്മകൾ പറയുക എന്നുള്ളതാണ് പ്രധാനം. പലർക്കും തമാശയായിരിക്കാം, ചിലവർ തമാശയായിട്ട് പറയും, ചിലവർ സെൽഫി എടുക്കും. അങ്ങനെയാണ്. മനോ ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.